ചോറിന് കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ഒരു ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അതിനായിട്ട് നമുക്ക് ഉണക്കച്ചെമ്മീൻ നന്നാക്കി എടുക്കാം. അതിനുശേഷം നന്നായിട്ട് കഴുകി വാരുക. വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കതൊന്ന് വറുത്ത് കോരാം. പിന്നെ ആ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വേപ്പിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റാം. അതിനുശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഒന്ന് ചെറുതായിട്ട് അരിയണം കേട്ടോ. അത് ഇട്ട് കൊടുക്കുക. അതൊന്ന് വാടണം. പകുതി മൂപ്പാവുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്നേരം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് ശരിയാക്കി എടുക്കാം. പക്ഷേ ഞാൻ ലാസ്റ്റാണ് അത് ചേർക്കണേ. അതിനുശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കമത്തി മൂടി വെക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ആ തക്കാളിയൊക്കെ വെന്ത് കിട്ടണം നമുക്ക്. പിന്നെ പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മൾ നന്നാക്കി വെച്ച് ഫ്രൈ ചെയ്ത ചെമ്മീൻ ഇട്ട് കൊടുക്കുക. വീണ്ടും നമുക്കൊന്ന് കമത്തി മൂടി വെക്കാം കേട്ടോ. പിന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഒന്ന് ഇളക്കി കൊടുത്ത് അതിന് ശേഷം നമുക്ക് ഒരു ഇത്തിരി കോണം വെളിച്ചെണ്ണ അടപ്പത്ത് വെച്ച് കടുക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതിട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് അതിനകത്തേക്ക് ഒഴിക്കാം കേട്ടോ. ഒഴിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് കമത്തി മൂടി വെക്കണം. ആ ചെമ്മീൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് ആ തക്കാളിയിലേക്കും ആ സവോളയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി അപ്പോഴാണ് നല്ല രുചിയാവുക. വീണ്ടും കമത്തി മൂടി വയ്ക്കുക. കുറച്ച് ചെറിയ തീയിൽ കിടക്കണം കേട്ടോ. വലിയ തീയിലിട്ട പെട്ടെന്ന് അടി പിടിക്കും. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം പ്ലേറ്റിലേക്ക്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ.